ചട്ടിച്ചോറ് നമുക്ക് പെരുത്തിഷ്ടായി. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത്. ഇതാണ് അവിടുത്തെ ചട്ടിച്ചോറ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. മിക്ക റെസ്റ്റോറൻറ്റിലും നമുക്ക് കേട്ട് പരിചയമുള്ള ചട്ടിച്ചോറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആദ്യം ചെയ്യുന്നത് ബീഫ് ഒലത്താണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈ ഫ്രൈ അല്ല, സെമി ഗ്രേവി ആയിട്ടുള്ള ഫ്രൈ ആണ്. അതിനുശേഷം നമ്മൾ ഫിഷ് കറി ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ കൂർക്ക മെഴുക്കൂട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ സ്റ്റൈലും ചട്നി ചെയ്യുന്നുണ്ട്. ചട്നി എന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ് ചോറ് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഒരു സലാഡ് ആദ്യം തന്നെ നമ്മൾ ബീഫ് ഒലത്ത് തയ്യാറാക്കാണ്. ബീഫ് ഒലത്ത് തയ്യാറാക്കാനായിട്ട് 200 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. അതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇട്ട് വെക്കാണ്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് 1/2 ടേബിൾ സ്പൂണോളം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം, കുരുമുളക് 1/4 ടേബിൾ സ്പൂണോളം, അല്പം കറിവേപ്പില, 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം, ജീരകത്തിൻ്റെ പൊടി അല്പം കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇത് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക നല്ല ഡാർക്ക് കളറിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളതെല്ലാം കൂടി കൂട്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, കറക്റ്റായിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് അടി പിടിക്കാത്ത രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കുക്കറിൽ നമ്മളൊരു 4-5 വിസിൽ വന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി ഇതിൽ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1.5 സവാള നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതൊരുപാട് വരണ്ട് വരുന്നില്ല. അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഒരു നല്ല ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ശരിക്കും നമ്മൾ സോട്ട് ചെയ്ത് നല്ല ബ്രൗൺ കളറാക്കി എടുത്തു. അതിലേക്ക് തക്കാളി 1.5 തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ തക്കാളി 1.5, ഒരു മീഡിയം വലിപ്പണി 1 മതിയാവും. നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്യാണ്. തക്കാളി കൂടി നമ്മളത് നല്ല രീതിയിൽ സോട്ടായി ഓയിൽ മയം തെളിഞ്ഞ് വരുന്ന അത്രയും നമ്മൾ സോട്ട് ചെയ്യാണ്. എന്തോരം സോട്ടാവുന്നു അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് ഈ ബീഫ് ഒലത്ത് കിട്ടും. ഈ ഒരു പരുവത്തിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നമ്മൾ അപ്പോൾ തന്നെ മസാല ഇട്ട് കൊടുക്കും. അത് നേരിട്ട് വഴറ്റുന്നില്ല, അത് അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. വളരെ സ്ലോ ഫയർ ആയിരിക്കും. ഇപ്പോൾ ഒട്ടും അടി പിടിക്കാത്ത രീതിയിൽ, പുക ചുവയ്ക്കാത്ത രീതിയിൽ വളരെ സ്ലോ ഫയർ നമ്മളിട്ട് ഇളക്കി കൊടുത്തു. അതിലേക്ക് നമ്മൾ സ്റ്റോക്കോട് കൂടിയ ബീഫ് കണ്ട് അത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും നമുക്ക് ആ വെള്ളം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഈ വെള്ളം നമ്മൾ ശരിക്കും വറ്റിച്ചെടുക്കും. അത് നമ്മൾ ഓപ്പണായിട്ട് ബോയിൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറ്റിപ്പൊക്കോളും. അപ്പോൾ അത് ഒലത്തിയിട്ടുള്ള ബീഫ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ലൊരു ഫ്ലേവർ നമുക്കിപ്പോൾ വരുന്നുണ്ട്. കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കുരുമുളക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു കോട്ടിംഗ് ആയി നമ്മുടെ ബീഫ് കിട്ടി. അല്പം കൂടി കുരുമുളക് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ജീരകത്തിൻ്റെ പൊടി അല്പം ഇട്ട് കൊടുത്തു. നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ പകുതി ക്യൂബായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല മിക്സ് ബീഫിൻ്റെ മസാല മുഴുവൻ ശരിക്കും അതിൽ പിടിച്ച് ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇത്രയും ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല അടിപൊളി ബീഫ് ഒലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരല്പം കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മൾ ചിക്കൻ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 200 ഗ്രാമോളം ചിക്കൻ എടുത്തു. നല്ല രീതിയിൽ വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം എടുത്തു. ഉപ്പ്, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി അല്പം കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. കോൺഫ്ലോറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ചും കൂടി കോട്ടിങ് വരുത്താം. നമ്മൾ സാധാരണ മസാല ഇട്ടിട്ടുള്ളൂ. അതിൽ അല്പം കൂടി ഓയിൽ ഒഴിച്ചത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് അല്പം കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഒട്ടും മസാല നമ്മുടെ ഓയിലിലേക്ക് വിട്ടുപോകില്ല. വേണമെന്നുണ്ടെങ്കിൽ അല്പം മുട്ടയുടെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ അല്പം ചിക്കൻ മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചു. ഓരോരോ പീസായിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു. ശരിക്കും ഓരോന്ന് ഒട്ടി പിടിക്കാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഇത്തിരി ചൂടായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഒന്നുകൂടി നമ്മുടെ കോട്ടിങ്ങിലുള്ള മസാലയിൽ വരുന്നുണ്ട്. ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. ഇതേപോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചിക്കനെ സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് പോവാണ്. ഒരു സ്പെഷ്യൽ മസാലയാണിത്. അതിനായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള 1 ഇട്ട് കൊടുത്തു. അല്പം ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. അതല്പം ഒരുപാട് ഇനിട്ട് സോട്ടാക്കുന്നില്ല. വരണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബ്രൗൺ ആക്കുന്നില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് വരണ്ട് വരുന്നുള്ളൂ.
അപ്പോൾ നമുക്കൊരു കോട്ടിംഗ് ആയിട്ട് തന്നെ ചിക്കൻ കിട്ടും. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂണുള്ള മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല. മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതിൽ വേണമെങ്കിൽ ചിക്കൻ മസാല ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ വളരെ സ്ലോ ഫയറിൽ പച്ചക്കുത്തിൽ പോകുന്നത്രയായിട്ട് വരട്ടി അതിലേക്ക് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ ചിക്കനിലേക്ക് എല്ലാ മസാലയും സവാള ഉൾപ്പെടെ എല്ലാം കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് അല്പം ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ്റെയോ ബീഫിൻ്റെ എന്തിൻ്റെ വേണമെങ്കിൽ സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കോട്ടിങ് നമുക്ക് ശരിക്കും കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് ചാറ് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ, അതിൽ ചില്ലി പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി മാത്രം ആഡ് ചെയ്താൽ മതി. ചില്ലി പേസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിലുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ചില്ലി പേസ്റ്റിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ ചില്ലി പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് തേങ്ങ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തു. ആ തേങ്ങ കൂടി ഇതിലേക്ക് നല്ല രീതിയിൽ കോട്ടിംഗ് ആയിട്ട് കിട്ടി. ഒരു നുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഇതിന് കിട്ടും. നല്ല രീതിയിൽ തേങ്ങയും ചിക്കനും എല്ലാം മിക്സായി, സവോള എല്ലാം മിക്സായി. ഇനി നമ്മൾ അല്പം മല്ലി ഇലയും കുരുമുളക് ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈ ഐറ്റമാണിത്. നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഫിഷ് കറി തയ്യാറാക്കാനാണ് പോവാണ്. അതിനായിട്ട് നമ്മൾ ഉലുവ ആദ്യം ഒരു 1/4 ടേബിൾ സ്പൂൺ പൊട്ടിച്ചു. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. അത് രണ്ടും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് അത് രണ്ടും പൊട്ടിക്കുന്നത്. അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പായം തന്നെ അതിലേക്ക് ചെറുപുള്ളി ഒരു 4 കട്ട് ചെയ്ത്, ഒരു സവോളയുടെ പകുതി പീസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് നമ്മൾ നല്ല രീതിയിൽ വഴട്ടിയെടുത്തു. അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. വളരെ സ്ലോ ഫയറാണിപ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് 1 നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. തക്കാളി നമ്മൾ 1 ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അത് നല്ല രീതിയിൽ വരണ്ട് വരുമ്പോഴാണ് നമ്മളതിലേക്ക് ഒരിത്തിരി നേരം 2-3 മിനിറ്റ് നമ്മളിതിനെ നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അത് നല്ല രീതിയിൽ വരണ്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇതെല്ലാം ഓയിൽ മയം ശരിക്കും തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് നമ്മളപ്പോൾ തന്നെ അതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മളതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഇത്ര ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. മല്ലിപ്പൊടി നുള്ളുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫിഷ് മസാലയോ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കതനുസരിച്ച് നമ്മുടെ മസാല അളവ് കുറച്ചുകൂടി കുറയ്ക്കാം. വളരെ കുറച്ച് മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല രീതിയിൽ നമ്മൾ സോഫ്റ്റ് ഫയർ ആക്കി തന്നെ മിക്സ് ചെയ്തു. ഇത് നല്ല രീതിയിൽ വരണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഉണ്ടെങ്കിൽ പുളിവെള്ളം നല്ല ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിനെ ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഡയറക്റ്റായിട്ട് വാളംപുളിയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുടംപുളി ആയാലും കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ഒരു ടെക്സ്റ്റിലാക്കി എടുക്കുക. അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല പുളിപ്പ് കിട്ടി. ഇപ്പോൾ നമ്മൾ പുളിവെള്ളം തന്നെയാണ് കുറച്ചും കൂടി ഇതായിട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി, ചട്ടി ചോറിനുള്ള ഗ്രേവി തയ്യാറാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുത്തത് വേവാൻ അധികം സമയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ഗ്രേവിയിൽ നമ്മൾ ഫിഷ് കൂടി ഇട്ട് കൊടുത്ത് വളരെ ചെറിയ പീസായിട്ടാണ് ഫിഷ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാടിട്ട് നമ്മൾ ഇളക്കി ഉടച്ച് കളയരുത്. നമ്മൾ വളരെ പതുക്കെ തന്നെയാണ് ഇളക്കുന്നത്. പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ടെക്സ്ചറിൽ നമ്മളതിനെ മാറ്റിയെടുത്തു. അത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫിഷ് വെന്ത് കിട്ടും. മാക്സിമം 5-10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഫിഷ് കുക്കായിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിൽ നമ്മളതിനെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം കുറച്ച് വളരെ ഒരു പിടി തേങ്ങയുടെ പാലാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരു പാലേ ആകെ എടുത്തിട്ടുള്ളൂ, സെക്കൻഡ് പാലൊന്നും എടുത്തിട്ടില്ല. ആ ഒരു തേങ്ങാപ്പാലിൽ ഒരു 2 മിനിറ്റ് തന്നെ കുക്കായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ ഗാർണിഷിനായിട്ട് പച്ചമുളകും കറിവേപ്പിലയും തക്കാളി കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ നല്ല ഫ്ലേവറുള്ള അടിപൊളി ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ ആദ്യം അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചു. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് മുളക് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടി ആരും ഇട്ട് കൊടുക്കാറില്ല. അതിനുശേഷം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴുകി മാറ്റി വെച്ചിട്ടുള്ള കൂർക്കയും അല്പം കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്, ഊറ്റിയല്ല എടുക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ മെയിൻ മസാല തയ്യാറാക്കാനായിട്ട് ചെറുപുള്ളി നമ്മളൊരു 10 പീസോ എടുത്തു, ഉണക്കമുളക് 4 പീസ് എടുത്തു, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയും എടുത്താണ് നമ്മളതിൻ്റെ മെഴുക്ക് പുരട്ടിക്കുള്ള മസാല തയ്യാറാക്കുന്നത്. അത് നമ്മൾ മിക്സിയിലിട്ട് 2 കറക്കി ഈ ഒരു പരുവത്തിലാക്കി അതിനെടുത്തു. ഇപ്പം നമ്മുടെ വെള്ളം എല്ലാം വറ്റി കൂർക്ക കറക്റ്റായിട്ട് വെന്ത് വന്നു. അപ്പം നമ്മുടെ വെള്ളം ഇല്ലാന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വറ്റി വന്നുകൊണ്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കറക്റ്റായിട്ട് വെന്ത് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇനി വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാണ്. ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. ആ കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് സവാള
ഒരു 1.5-2 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. സവാളയുടെ അളവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നല്ല ഒരു കോട്ടിംഗ് ആയിട്ട് മെഴുക്ക് പുരട്ടി കിട്ടും. ഇത് നമുക്ക് പ്രത്യേക ടേസ്റ്റ് വരുന്നതുകൊണ്ട് മാത്രം നമ്മൾ സവാള കുറച്ച് കൂട്ടിയിട്ടേ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്തു. വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് കൂട്ടി ഒഴിക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഓയിൽ മയം കൂടുതലായിരിക്കും മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. ഇത്രയും വരുമ്പോൾ ഏകദേശം ഇത് തന്നെ ഈക്വലായിട്ട് വരും. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഒരുപാട് നമ്മൾ ഇട്ട് ഇതിനെ വരട്ടിയെടുക്കുന്നില്ല. ഒരു ഇത്തിരി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഏകദേശം നമ്മുടെ സവാള ഈ ഒരു പരുവത്തിൽ വരണ്ട് കിട്ടും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള മസാലകൾ, വെളുത്തുള്ളി, ഉണക്കമുളക്, ചെറുള്ളി, കറിവേപ്പില, ഇത്രയും ചേർത്ത മസാല നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊരുപാട് ഫൈൻ പേസ്റ്റ് ആക്കുന്നില്ല. ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. സാധാ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഇതിൽ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിനെ നമ്മൾ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതൊരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞ രീതിയിൽ സോട്ട് ചെയ്യണം. ആ മസാല മുഴുവൻ സവാളയിൽ പിടിക്കുന്ന രീതിയിൽ നമ്മളിതിനെ ഇത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓയിൽ മയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള കൂർക്കയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂർക്കയിൽ ഓൾറെഡി മസാലയുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മസാലയും ഈ കോട്ടിംഗ് മസാലയും കൂടി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നല്ല എരിവോട് കൂടിയ മെഴുക്ക് പുരട്ടി നമ്മുടെ തയ്യാറാക്കാൻ പറ്റും. ഒട്ടും പച്ചക്കുത്തലില്ല. ആ മസാലയുടെ ഇതെല്ലാം പോയി ആ ഓയിലിൻ്റെ ഒരു ടേസ്റ്റാണ് വരിക. നമ്മൾ ഒരല്പം കൂടി വെള്ളം ഇതിലേക്ക് തളിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടും കൂടുതലല്ല, ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഓയിൽ മയത്തിൻ്റെ ഭംഗി ശരിക്കും കൂർക്കയിലേക്ക് തെളിഞ്ഞു വരും. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ നല്ല ഭംഗിയിൽ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി കിട്ടും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വെള്ളം തളിച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി അടിപൊളി ആയിട്ട് നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ അല്പം ചെറിയ തേങ്ങ, ചെറുള്ളി 4 പീസ്, ഒരു ചെറിയ പീസ് സവാള, കറിവേപ്പില, ഉപ്പ്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വാളംപുളി, നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അല്പം വാളംപുളി, അല്പം വെളിച്ചെണ്ണ, ഇത്രയാണ് നമ്മൾ ചേർത്ത് നല്ല രീതിയിൽ തിരുമാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റായി. ഇനി നമ്മൾ ആദ്യം ചെറുപുള്ളിയും സവോളയൊക്കെ ഇട്ടാണ് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് മുകളിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഉള്ള ഇതെല്ലാം ശരിക്ക് അരഞ്ഞ് കിട്ടും. ഒരുപാട് നമ്മൾ പേസ്റ്റ് ആക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ, നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കാതെ അരച്ചാലും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് ഇനി ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. നമ്മുടെ ചോറിലേക്ക് ആദ്യം തന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്തു. അതിലേക്ക് കൂർക്ക മെഴുക്ക് പുരട്ടി ഇട്ട് കൊടുത്തു, ബീഫ് ഒലത്ത് ഇട്ട് കൊടുത്തു, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഇട്ട് കൊടുത്തു, ഫിഷ് കറി ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അല്പം അച്ചാർ, നമ്മൾ സലാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഒരല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നല്ല അടിപൊളി സലാഡ് കൂടി റെഡി ആയിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ഗ്ലേസിങ്ങോട് കൂടിയ സലാഡ് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുള്ള സലാഡാണ്. കുരുമുളക് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം കൂടി നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം നമുക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. അത് ചോറിൻ്റെ കൂടെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് നമുക്ക് ചെയ്താൽ തന്നെ കൂർക്ക മെഴുക്ക് പുരട്ടി ആയാലും ചമ്മന്തി ആയാലും നമുക്ക് ഒറ്റ ഡിഷായിട്ട് തന്നെ ചോറ് മുഴുവൻ കഴിക്കാവുന്ന അത്രയും ടേസ്റ്റുള്ള ഐറ്റമാണ്. ഫിഷ് കറിയൊക്കെ നമ്മൾ നല്ല തേങ്ങാപ്പാൽ ഒരു അല്പം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ല വറ്റിച്ചതിൻ്റെയും സാധാരണ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന തേങ്ങാപ്പാൽ വെച്ച കറിയുടെയൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ചട്ടിച്ചോറ് നമുക്ക് ഒരു പാഴ്സൽ സർവീസ് നടക്കില്ല. ലൈനിൽ ഇരുന്ന് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അവിയൽ, കാളൻ, അല്ലെങ്കിൽ പിന്നെ ഫിഷ് ഫ്രൈ, ഫിഷൊക്കെ എല്ലാവരും ഡ്രൈ ആയിട്ട് തന്നെ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഫിഷ് കറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചട്ടിച്ചോറ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് സാധാരണ റെസ്റ്റോറൻറ്റുകളിലൊന്നും ഇതേപോലെ ബീഫും ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വരണമെന്നില്ല. ഓരോരോ സ്ഥലത്തെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്.